നമസ്കാരം. ജയ്തു സനാതനം. ഞാൻ ഡോക്ടർ മനോജ് ദത്തൻ, സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് തൃശ്ശൂരിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് കഴിഞ്ഞ 4 വർഷത്തോളമായി തൃശ്ശൂരിൻ്റെ അക്കാഡമിക്കൽ രംഗത്ത് നിസ്തുലമായ സേവനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഏതാണ്ട് 600ഓളം വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് പരീക്ഷകൾ എഴുതാനായിട്ട് പ്രാപ്തരാക്കിയിരിക്കുന്നു. അതും വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ. ഈ വരുന്ന വിവേകാനന്ദ ജയന്തി പ്രമാണിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും സനാതനധർമ്മ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ട് പുതിയൊരു കോഴ്സിന് രൂപം നൽകുകയാണ്. വിവേക വർഷം എന്നാണ് ഈ കോഴ്സിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഒരു വർഷം മുഴുവൻ സൗജന്യമായി സിവിൽ സർവീസ് പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു. ഈ കോഴ്സിൽ ആർക്കൊക്കെയാണ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നിലവിൽ ഈ കോഴ്സിൽ 6ാം ക്ലാസ് കഴിഞ്ഞ് ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, ഇത് കൂടാതെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇങ്ങനെ 3 തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് ഉപകാരപ്രദമാവുന്നതാണ്. എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതല്ലേ? ഈ വരുന്ന 41 ദിവസം, ഈ 41 ദിവസത്തിനകം ആര് അഡ്മിഷൻ എടുക്കുന്നുവോ അവർക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേക തരത്തിലുള്ള ടെസ്റ്റുകളോ എൻട്രൻസുകളോ ഇല്ല. എന്തൊക്കെയാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ഈ കോഴ്സിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതാണ്. അത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ആൻസർ എഴുതാം. രണ്ടാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ, MCQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ശരിയായ ഉത്തരത്തിലേക്ക് എത്താം. മറ്റൊന്ന്, എങ്ങനെയാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് പേപ്പറുകൾ വായിക്കേണ്ടത്. 4മതായിട്ട് ഒരു എസ്സേ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. സോ ഇതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ഈ കോഴ്സിലൂടെ പറഞ്ഞു നൽകുന്നുണ്ട്. ഈ കോഴ്സിന് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഫീസോ കുട്ടികൾക്ക് കോഴ്സിനില്ല. എന്നാൽ കുട്ടികൾക്ക് നമ്മൾ ഒരു സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നുണ്ട്. 1999 രൂപ മാത്രമാണ് ആ സ്റ്റഡി മെറ്റീരിയലിന് ഈടാക്കുന്നുള്ളൂ. പൂർണ്ണമായും ഈ വിവേകവർഷം ക്ലാസ്സുകളും പ്ലസ് സ്റ്റഡി മെറ്റീരിയലും കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. പ്രിന്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കുട്ടികൾക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. ഈ സ്റ്റഡി മെറ്റീരിയൽ മാത്രമാണ് ആകെ ഒരു ചിലവാക്കേണ്ടതുള്ളൂ. 1999 രൂപ മാത്രമാണ് ചിലവാക്കേണ്ടത്. ഇത് കൂടാതെ സോഫ്റ്റ് കോപ്പികൾ, ഡെയിലിയുള്ള ന്യൂസ് പേപ്പറുകൾ, ഫാംലെറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ഡിവൈസിലേക്ക് നമ്മൾ അയച്ചും കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ നടത്തുക എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക? ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണോ, അതല്ല വേറെ എന്തെങ്കിലും വഴിയാണോ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഞങ്ങൾ നടത്തുന്ന ഒരു ക്ലാസ് പോലും റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതല്ല, മറിച്ച് പൂർണ്ണമായിട്ടും ലൈവ് ഇന്ററാക്ഷൻസ് ആയിരിക്കും. അതായത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എപ്രകാരമാണോ ക്ലാസ്സിലിരിക്കുന്നത് അപ്രകാരം തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നേരിട്ട് അധ്യാപകരുമായിട്ട് സംവദിക്കാനുള്ള വഴികൾ ഇവിടെയുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ കുട്ടിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ ക്ലാസ്സുകളും തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് അവരവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് UPSC സിവിൽ സർവീസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അല്ല, മറിച്ച് ചെറിയ കുട്ടികൾ, അതായത് NMMS, ശ്രേഷ്ഠ തുടങ്ങിയിട്ടുള്ള സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, CUET പോലെയുള്ള ടെസ്റ്റുകൾ എഴുതുന്ന +2 കുട്ടികൾ, വലിയ രീതിയിൽ സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതുന്ന ഡിഗ്രിയിലുള്ള വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാവർക്കും ഈ കോഴ്സ് ഉപകാരപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ട്രസ്റ്റ് നടത്തുന്നത് 2 തരത്തിലുള്ള കോഴ്സുകളായിരുന്നു. ഒന്ന് വിവേകോദയം എന്ന് പറയുന്ന 2 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സും, സ്വാധ്യായ എന്ന് പറയുന്ന 10 വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള സിവിൽ സർവീസ് കോഴ്സും. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ 1 വർഷം വിവേക വർഷത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അതോ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ? വേണ്ട. ആ കുട്ടി വിവേകോദയം പരീക്ഷ എഴുതി പാസ്സാവുകയാണെങ്കിൽ പ്രസ്തുത എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാമിൽ 25% മാർക്ക് വിവേക വർഷത്തിൽ ഉള്ള വിദ്യാർത്ഥിക്ക് ഇളവ് ലഭിക്കും. അവന് 2 വർഷം വീണ്ടും തുടർന്ന് പഠിക്കാം. ചെറിയ രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയലിന്റെ പൈസകൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ 6ഉം 2ഉം 8ഉം 3ഉം 9ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥി എങ്ങനെയാണ് സിവിൽ സർവീസ് പാസ്സാവുക? വീണ്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. നമ്മൾ നടത്തുന്ന സ്വാധ്യായ എന്ന് പറയുന്ന പരിശീലന പദ്ധതി, ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 10 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് ട്രെയിനിങ് ആണ്. അതായത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഈ കുട്ടി 10 വർഷം നമ്മൾ അവർക്ക് ക്ലാസ്സുകൾ നൽകും, അവർക്ക് അസിസ്റ്റൻസ് നൽകും. വെൻ ദേ ആർ ക്വാളിഫൈങ് ദ എക്സാമിനേഷൻ, ഇഫ് ഇറ്റ് ഈസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓർ എനി കൈൻഡ് ഓഫ് ഗവൺമെന്റ് എക്സാമിനേഷൻ, അവർക്ക് മതി എന്ന് തോന്നും വരെ നമ്മൾ അവരെ പഠിപ്പിക്കും. അതിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. സ്വാധ്യായ പരീക്ഷയിൽ എൻട്രൻസ് ടെസ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ അതിൽ 30% പരീക്ഷയിൽ മാർക്കിൻ്റെ ഇളവ്
ഇവിടെ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് അത് എല്ലാ തരത്തിലുള്ള പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നതും കൂടി ആണ്. ഈ കോഴ്സിൻ്റെ സമയങ്ങൾ എങ്ങനെയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? ഈ ക്ലാസ്സുകൾ നടക്കുന്നത് എപ്പോഴൊക്കെ ആയിരിക്കുന്നതായിരിക്കും. നമ്മൾ നടത്തുന്ന എല്ലാ കോഴ്സുകളും തന്നെ നോർമൽ സ്കൂളിങ്ങിനെയോ കോളേജ് ബാച്ചിനെയോ ബാധിക്കാത്ത രീതിയിൽ, റെഗുലർ പഠനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ, റെഗുലർ ജോലികളെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 9 മണി വരെയുള്ള സമയങ്ങളിലാണ് ക്ലാസ്സുകൾ നടക്കാറ്. വിവേകവർഷം കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ഉണ്ടാവുക. അത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ 1 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സമയവും ദിവസവും ഞങ്ങൾ അതത് ഗ്രൂപ്പുകളിൽ, നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതത് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജയ്തു സനാതനം.